വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമ ഇങ്ങനെ ഉറങ്ങുമ്പോൾ വിഷ്ണു ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മേ, സത്യഭാമ ഇതങ്ങോട്ട് എണീച്ചേ, ഇതെന്തൊരു ഉറക്കമാണ്, ഇന്ന് ആ പലിശക്കാരൻ പത്രോസിനെ ഇന്ന് പൈസ വാങ്ങാനുള്ളതാണെന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അടുത്ത് വന്നെന്ന് പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ വാങ്ങിക്കാൻ വേണ്ട, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന്. അന്നേരം ഇത് ശ്യാമയും ശാരദാമ്മയ്ക്കും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഭാമയ്ക്ക് വെറും ഒരു തോന്നൽ മാത്രമാണ് അത്. എന്നിട്ട് വീണ്ടും വിഷ്ണു അങ്ങ് വിളിക്കുന്നുണ്ട്, അമ്മ എഴുന്നേക്കുന്നത്, എന്തൊരു ഉറക്കമാണ്, നേരൊന്നും ആയിട്ടില്ല, വിഷ്ണു അല്ലേ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ക്ഷീണോടെ കിടക്കട്ടെ, എനിക്ക് ഇക്ലിയാവുന്നു, നീ ഒന്ന് ചുമ്മാ ഇരുന്നേ പോയി എന്നൊക്കെ പറഞ്ഞ് ഭാമയങ്ങ് പിച്ചുമ്പിയും പറയുകയാണ്. പെട്ടെന്ന് ശാരദാമ്മയാണെങ്കിൽ സത്യാമ്മ സത്യാമ്മ എന്നിങ്ങനെ തട്ടി വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ അങ്ങ് നടന്നകന്നു പോകുന്നതായിട്ടും ഭാമ കാണുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് ഭാമ അങ്ങോട്ട് ഉണരുകയാണ്. എന്നിട്ട് വിഷ്ണു ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ ഭാമയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ഭാമയും ആകെ സന്തോഷത്തിലാണ്. വിഷ്ണു വന്നിരുന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സത്യാമ്മ എന്നൊക്കെ ഇങ്ങനെ ശ്യാമയും ശാരദാമ്മയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭാമ സമ്മതിക്കുന്നില്ല. ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് രോഹിത് വരുന്നുണ്ട്. അന്നേരം എന്താ അവിടെ ബഹളവും ചോദിക്കുമ്പോൾ, എടാ രോഹിത്തെ, വിഷ്ണു വന്നിരുന്നു, എൻ്റെ അടുത്ത് വന്നിരുന്നു, ഇവരാരും കണ്ടില്ലെന്ന്, ഇവരെല്ലാവരും എന്താ കണ്ണടച്ചിരിക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിന് അകപ്പാടെ സങ്കടം തോന്നുകയാണ്. അന്നേരം ഇല്ല സത്യാമ്മേ, വിഷ്ണുവിനൊന്നും വിഷ്ണു ബ്രോ വന്നില്ല എന്നൊക്കെ രോഹിത്തും പറയുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് സത്യഭാമ ചോദിക്കുകയാണ്, അപ്പോൾ വന്നില്ല അല്ലേ, പിന്നെ ശാരദാമ്മ നമ്മുടെ മോന് എന്ത് പറ്റി, അവൻ എവിടെ പോയത്, അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. അന്നേരം അവൻ എന്താ പറ്റിയത് എന്നൊക്കെ, എൻ്റെ കുഞ്ഞ് പോയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് ഒരു ആപത്തും വരുന്നില്ല, അവനാണെങ്കിൽ മുമ്പ് മാറി നിന്നിട്ടുള്ളതല്ലേ, അങ്ങനെ പെട്ടെന്ന് മാറി നിൽക്കാനായിട്ട് നമ്മളെയൊന്നും വിട്ട് അധിക കാലമൊന്നും മാറി നിൽക്കാനായിട്ട് അവന് സാധിക്കില്ല, അവൻ തിരിച്ചു വരും എന്നൊക്കെ പറയുമ്പോൾ പിന്നെന്താ എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് ഭാമാകെ കരച്ചിലാണ്. എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പിടിച്ച് നിർത്തുന്നുണ്ട്, ഇല്ല വിഷ്ണുവിനൊന്നും ഇല്ല എന്നൊക്കെ. അന്നേരം ശാരദാമ്മയ്ക്കും എല്ലാവർക്കും അങ്ങ് സങ്കടം തന്നെയാണ്. രോഹിത് ഒന്നും പറയാതെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പൊന്നി സങ്കടപ്പെട്ട് ശ്യാമയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരം അല്ല, ശാലിനി എവിടെ, അവൾ എൻ്റെ കുഞ്ഞിനെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, എനിക്ക് അവളോട് ചോദിക്കണം, അവളോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മയും ശ്യാമയും രോഹിതും ഒക്കെ പിന്നാലെ വരികയാണ്. ഈ സമയം അവിടെ താഴെ രാഘവൻ നായരാണെങ്കിൽ പിള്ളയോട് ചോദിക്കുന്നുണ്ട്, എടോ ഭാമ പറയുന്നത് ശരിയാണോ, ശാലിനി എന്തിനാ വിഷ്ണുവിനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്നും അറിയില്ല സാറേ, ഞാൻ നിങ്ങളുടെയൊക്കെ കൂടെ നടക്കുന്നതേ ഉള്ളൂ, എനിക്ക് സങ്കടം താങ്ങാനായിട്ട് വയ്യ എന്ന് പറയുമ്പോൾ രാഘവൻ നായരില്ല ഓർമ്മയാണെങ്കിൽ മാറിയും മറിഞ്ഞും ഒക്കെ വരികയാണ്. ചില നേരത്ത് ഓർമ്മയോടെ സംസാരിക്കും, ചില നേരത്ത് കൊച്ചുങ്ങളെ പോലെ അങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം താൻ വേണോടോ, ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും, എനിക്കൊരു കൂട്ടായിട്ട് താൻ വേണം എന്നിങ്ങനെ പറഞ്ഞിട്ട് വാ നമുക്ക് ഭാമയെ കാണാമെന്നും പറഞ്ഞ് വടിയും കുത്തി പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ശാലിനി പുറത്തുനിന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. മുറ്റത്ത് പോലീസുകാരും റസാക്കും കമലിനും ഒക്കെ ഉണ്ട്. അന്നേരം ആ ശാലിനി എന്ന് പറഞ്ഞിട്ട്, മോളെ വിഷ്ണുവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ, അവൻ വിളിക്കുക എങ്ങാനും ചെയ്തോ എന്നിങ്ങനെ പറയുമ്പോൾ അത് അച്ഛാന്നും പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ മോളിൽ നിന്ന് ഭാമ ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടാണ് വരുന്നത്. എന്നിട്ട് എൻ്റെ മോൻ എവിടെ, വിഷ്ണു എവിടെ, അവൻ എവിടെ പോയിരിക്കുകയാണ്, നീ നിൻ്റെ പോലീസുകാരും കൂടി അവനെ കൊലയ്ക്ക് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താ സത്യാമ്മയെന്നൊക്കെ ശാലിനി വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ കണ്ടെത്താനല്ലേ നമ്മളെല്ലാവരും ശ്രമിക്കുന്നതെന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ ഇവളൊരു കളക്ടറല്ലേ, ഇവൾ വിചാരിച്ചാൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, ഇവളുടെ ശത്രുക്കൾ കാരണമാണ് എൻ്റെ മോൻ വരാത്തത്, അല്ലാതെ അവന് ശത്രുക്കളൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി സത്യഭാമയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, നാളെ ഞാൻ ഇവിടുന്ന് പോയാൽ വിഷ്ണുവേട്ടനെയും കൊണ്ട് സത്യമ്മയുടെ മകനെയും കൊണ്ടേ തിരിച്ചു വരികയുള്ളൂ, ഇത് ശാലിനിയുടെ വാക്കാണ്, ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ വാക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയങ്ങ് സങ്കടപ്പെടുകയാണ്. എനിക്കൊന്നും വേണ്ട, എനിക്കെൻ്റെ മോനെ കണ്ടാൽ മാത്രം മതി, മോനെ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഭാമ അവിടെ നിന്ന് വിഷമിച്ച് കരയുകയാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം അവിടെ ശിവന ബോധമില്ലാതെ കിടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഒരു ബൈക്കിൽ ഒരു പോലീസുകാരൻ എത്തുന്നുണ്ട്. ഇങ്ങനെ ശിവനെ കാണുമ്പോൾ ഇവിടെ വണ്ടി നിർത്തുകയാണ്. എന്നിട്ട് ടോർച്ച് അടിച്ചത് ആരാണെന്നുള്ളത് നോക്കുന്നുണ്ട്. എന്നിട്ട് ചുറ്റുമൊക്കെ ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയാണ്. അതിനുശേഷം ഫോണിൽ ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ അവിടെ ആൻ്റണിയൊക്കെ ഡെയ്സിയെ കൊണ്ടുപോയിട്ട് റൂമിലങ്ങ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഡെയ്സി വാതിലൊക്കെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പക്ഷേ ഡെയ്സി ആണെങ്കിൽ അവിടെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. ബാത്റൂമിലാണെങ്കിൽ പൈപ്പെല്ലാം ഇങ്ങനെ തുറന്നിടുകയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എൽസമ്മയാണെങ്കിൽ ഡെയ്സിക്കുള്ള കോഫിയുമായിട്ട് വരുന്നുണ്ട്. അന്നേരം ലോക്ക് ഇങ്ങനെ മാറ്റുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഡെയ്സി പെട്ടെന്ന് കട്ടിലിൽ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അന്നേരം എൽസമ്മ ചായയും കൊണ്ട് വന്നിട്ട് മോളെ ഡെയ്സി ഡെയ്സി ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷേ ഡെയ്സി ഉണരുന്നില്ല. അന്നേരം വെള്ളം ബക്കറ്റ് നിറഞ്ഞ് ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അന്നേരം ഈ പൈപ്പ് എന്തിനാ തുറന്നിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് എൽസമ്മയാണെങ്കിൽ കോഫി അവിടെ വെച്ചിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ ഡെയ്സി പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റിട്ട് എൽസമ്മ ബാത്റൂമിനകത്ത് നിൽക്കുകയാണ്. പൈപ്പൊക്കെ ക്ലോസ് ചെയ്യുന്ന ആ സമയത്ത് ഡെയ്സി ഇറങ്ങിയിട്ട് ആ റൂം അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവിടെ വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ സ്കൂട്ടി എടുക്കുന്നുണ്ട്. അന്നേരം എൽസമ്മ തിരിച്ച് ബാത്റൂമിൽ പൈപ്പ് ക്ലോസ് ചെയ്തിട്ട് വരുമ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കുന്നു. തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. ജനൽ കർട്ടൻ മാറ്റി ഇങ്ങനെ താഴേക്ക്
നോക്കുമ്പോൾ ഡെയ്സി സ്കൂട്ടി എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഡെയ്സി ആണെങ്കിൽ അവിടേക്കാണ് പോകുന്നത്. ശിവൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അതൊക്കെ ഓർമ്മിച്ച് ആകെ വിഷമത്തിൽ നല്ല സ്പീഡിന് വണ്ടി ഓടിച്ച് പോവുകയാണ്. എലിസമ്മയ്ക്ക് അതിനകത്തുനിന്ന് ഇറങ്ങാനും കഴിയുന്നില്ല. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ പൈസയുമായിട്ട് ആ ഒരു ഡാനിയൽ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. രാമേട്ടൻ്റെ കളക്ടർ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, പോലീസ് വണ്ടിയിൽ നിന്ന് നമ്മളെ ഫോളോ ചെയ്യുന്നില്ലല്ലോ? അന്നേരം ഇല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ശാലിനിയുടെ വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കുന്നൊരു കാർ ഇങ്ങനെ കയറുന്നുണ്ട്. അതിൽ SI സോമശേഖരനും വേറൊരു പോലീസുകാരനും ഉണ്ട്. അവരാണെങ്കിൽ എന്നിട്ട് റസാക്കിന് ഫോൺ ചെയ്യുന്നുണ്ട്. കളക്ടർ വണ്ടി കടന്നുപോയി, നമ്മളതിന് പിന്നാലെ ഉണ്ടെന്ന് പറയുമ്പോൾ പക്ഷേ കളക്ടറുടെ വണ്ടിയെ ഫോളോ ചെയ്ത് പോവുകയാണെന്ന് ആർക്കും തോന്നരുതെന്ന് പറയുകയാണ്. അന്നേരം അത് കളക്ടർക്ക് അറിയാമല്ലോ എന്നിങ്ങനെ സോമശേഖരൻ പറയുമ്പോൾ കളക്ടർക്ക് അറിയാം, പക്ഷേ അവന്മാർക്ക് തോന്നരുത്, എങ്കിലേ അവന്മാർ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ഞാനും അവിടത്തൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഈ റസാഖ് ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ശാലിനിയാണെങ്കിൽ റസാഖിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ പമ്പ് ഹൗസിൽ അടുത്തേക്ക് എത്താറായി എന്ന് പറയുമ്പോൾ ഞാനും ആ ഒരു ഏകദേശ ചുറ്റളവിൽ തന്നെയുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് അവർക്ക് എന്തായാലും തോന്നുന്നില്ല, അങ്ങനെ രീതിക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട് റസാഖ്. തുടർന്ന് അവർ ഈ 3 വണ്ടിയും പമ്പ് ഹൗസിനടുത്തേക്ക് എത്തുന്നുണ്ട്. പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി ഇങ്ങനെ കയറ്റിയിടുകയാണ് രാമേട്ടനാണെങ്കിൽ. തുടർന്ന് കുറച്ചകലെയായിട്ട് റസാഖ് എത്തുന്നുണ്ട്. റസാഖ് ആണെങ്കിൽ ഒരു ദൂരദർശനിലൂടെ ടെലിസ്കോപ്പിലൂടെ അതങ്ങോട്ട് നോക്കുകയാണ്. അന്നേരം കളക്ടറുടെ വണ്ടി കാണുന്നുണ്ട് ഒരു സ്ഥലത്ത്. കുറച്ച് അപ്പുറത്തായിട്ട് ഈ സോമശേഖരൻ്റെ കാറും കാണുകയാണ്. അന്നേരമാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. സോമശേഖരനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടി കുറച്ചുകൂടി ബാക്കിലോട്ടിട്ട്, അവരെന്തായാലും മേഡം അവിടെ എത്തിയിട്ടുണ്ട്, അന്നേരം പൈസ കൊണ്ടുവരാൻ പൈസ വെക്കാനായിട്ട് അവരൊരു സ്ഥലം പറയും, പക്ഷേ അതിനു മുമ്പ് മേഡത്തിന് കോള് വരും. അപ്പോൾ അവർ നിരീക്ഷണം നടത്തും. അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവർ അറിയാനായിട്ട് പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ പൈസ എടുക്കാനായിട്ട് വരുന്നത് അവരിൽ ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കും, അവരെ കിട്ടിയാലും മതി, വെറുതെ വിടരുത് എന്നിങ്ങനെ അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് ആരാണ് വരുന്നത്, എവിടെയാണ് പൈസ വയ്ക്കുന്നതെന്നൊക്കെ നിരീക്ഷിച്ച് റസാഖ് നിൽക്കുകയാണ്. കുറച്ച് സമയത്തിനകം ഡാനിയലിൻ്റെ കോള് ശാലിനിക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി രാമേട്ടനോട് പറയുന്നുണ്ട്, ഞാൻ സ്പീക്കറിലിടാം, റസാഖിനെ കണക്ട് ചെയ്യാം. തുടർന്ന് രാമേട്ടൻ്റെ ഫോണിൽ റസാഖിനെ കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ശാലിനി ഫോൺ എടുക്കുകയാണ്. അന്നേരം റസാഖിനും കൂടി കേൾക്കാമല്ലോ. അന്നേരം പിന്നെ പണം ഞങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ പണമാണെങ്കിൽ ഇവിടെ പമ്പ് ഹൗസിൻ്റെ അവിടെ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, അവിടെ വയ്ക്കാൻ പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുന്നു, വിഷ്ണുട്ടൻ എവിടെ? വിഷ്ണുട്ടനെ കാണാതെ ഞാൻ പണം തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പണം ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കുന്നില്ലല്ലോ, പണം അവിടെ വെച്ച ശേഷം നിങ്ങൾ പമ്പ് ഹൗസിനകത്തേക്ക് കാർ ഓടിച്ച് കയറുക, അവിടെ വിഷ്ണു നിങ്ങളെ കാത്ത് അവിടെ ഇരിക്കുമെന്ന് പറയുകയാണ്. അന്നേരം അതങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ശാലിനി സംശയം പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ഭർത്താവിനെ കണ്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് പണം എടുക്കുകയുള്ളൂ, പക്ഷേ ഇതിൽ പിന്നീട് പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ വിഷ്ണുവിനെ നിങ്ങൾ ജീവനോടെ കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് ഡാനിയൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് റസാഖ് ഹലോ എന്നിങ്ങനെ രാമേട്ടൻ്റെ ഫോണിൽ വയ്ക്കുമ്പോൾ ശാലിനി സംസാരിക്കുന്നുണ്ട്. അന്നേരം മാഡം പണം അവിടെ വെച്ചിട്ട് കാറ് പമ്പ് ഹൗസിനകത്തേക്ക് അകത്തേക്ക് കയറ്റിക്കൊള്ളൂ എന്നിങ്ങനെ റസാഖ് പറയുന്നുണ്ട്. തുടർന്ന് രാമേട്ടൻ്റെ ആണെങ്കിൽ വണ്ടി അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. ശാലിനി ആ വേസ്റ്റ് ബോക്സിൻ്റെ അവിടെ പൈസ വയ്ക്കുന്നുണ്ട്. അന്നേരം ഇത് പിന്നെ ഡാനിയലല്ല റസാഖൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വണ്ടി ഇങ്ങനെ പമ്പ് ഹൗസിനകത്തേക്ക് ഇങ്ങനെ ഓടിച്ച് കയറ്റുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഈ സോമശേഖരനും റസാഖും ഒക്കെ അവിടെ ആരാണ് പൈസ എടുക്കുന്നതെന്ന് വരാനായിട്ട്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ 2 ബൈക്കിൽ നിന്ന് ഇങ്ങനെ 4 പേരായിട്ട് വരുന്നുണ്ട്. ആദ്യം ഒന്ന് വട്ടം കറങ്ങിയിട്ട് ഒരാൾ അതിൽ നിന്ന് ഇങ്ങനെ പൈസ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോവുകയാണ്. പക്ഷേ പെട്ടെന്ന് സോമശേഖരൻ്റെ വണ്ടി മുന്നോട്ടെടുക്കുന്നുണ്ട്. റസാഖ് അകത്തുനിന്ന് തോക്കൊക്കെ ജീപ്പല്ല അവർ ആ വണ്ടിക്കകത്തുനിന്ന് പോയി തോക്കെടുത്തുകൊണ്ട് വന്ന് ചെല്ലുന്നുണ്ട്. പക്ഷേ അതിനുമ്പ് അവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അന്നേരം അവന്മാർ പണി പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കുകയാണ്. എന്നിട്ട് ഈ പൈസ എടുത്തവരുടെ പിന്നാലെ ഈ 2 വണ്ടിയും പോകുന്നുണ്ട്. സോമശേഖരൻ്റെ വണ്ടിയും പോകുന്നുണ്ട്, പിന്നെ റസാഖിൻ്റെ വണ്ടിയും പോവുകയാണ്. തുടർന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെ ശാലിനി ഫോൺ ചെയ്യുകയാണ്, ഡാനിയൽ ഫോൺ ചെയ്യുകയാണ്. അന്നേരം നിങ്ങളുടെ IAS ബുദ്ധി കാണിച്ചു അല്ലേ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പോലീസിനെ അറിയിക്കരുതെന്ന് പറഞ്ഞു, പോലീസിനെ അറിയിച്ചു, പിന്നെ നിങ്ങൾ പിന്നെ പണം കറക്റ്റ് മൊത്തം വച്ചതും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ആദ്യം ശാലിനി പറയുന്നുണ്ട്, പണം ഞാൻ തന്നല്ലോ എന്ന് പറയുമ്പോൾ പക്ഷെ പറഞ്ഞ പണം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷേ ഡാനിയൽ അവിടെ ഒരു ബുള്ളറ്റിൻ്റെ പുറത്ത് നിന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ഈ
പെട്ടി ശാലിനി കൊണ്ടുവന്ന പെട്ടി ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പൈസ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ അതിങ്ങനെ ഒരാളുടെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ അത് ആ വിഷ്ണുവിൻ്റെ വളയിട്ട കൈ തന്നെയാണ് കാണിക്കുന്നത്. വിഷ്ണുവിൻ്റെ സ്റ്റീലിൽ ആ വളയുണ്ടല്ലോ, അതേപോലെ വളയിട്ട കൈ തന്നെയാണ് കാണിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, പക്ഷേ നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്ര അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി പണം ഞാൻ തരാമെന്ന് പറയുകയാണ്. അന്നേരം അത് പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ചതി കാണിച്ച സ്ഥിതിക്ക് ഒരു പണിഷ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇനി വിഷ്ണുവിനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ 75 ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണ്. അതായത് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി പണം തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, 3 മണിക്കൂർ നിങ്ങൾക്ക് സമയം തരും, അതിനകം ഈ പണം 75 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ വിഷ്ണുവിനെ നിങ്ങൾക്ക് ജീവനോടെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വല്ല റെയിൽവേ ട്രാക്കിലോ കായലിലോ കുളത്തിലോ ഒക്കെ നോക്കിയാൽ മതി, പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരണം, പോലീസോ ആരും പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നു. പക്ഷെ ഡാനിയൽ ഇങ്ങനെ തിരിച്ച് നിൽക്കുകയാണ്. ആ പൈസ ഇങ്ങനെ ആരോ ഇങ്ങനെ നോക്കുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ആ ഒരു കൈ കണ്ടിട്ട് അത് വിഷ്ണുവിൻ്റെ കൈ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണുവും കൂടി ചേർന്നുള്ളൊരു കളിയാവാനാണ് ഇവിടെ സാധ്യത. വിഷ്ണുവിന് ഈ ഡാനിയലിനും പണം കൊടുക്കും, പിന്നെ വിഷ്ണുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണം ആവാനാണ് സാധ്യത. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. പക്ഷേ ശിവനെ അവിടെ നിന്ന് പോലീസുകാരാണെന്ന് തോന്നുന്നു കൊണ്ടുപോയത്. അത് ബാക്കിയൊന്നും കാണിക്കുന്നില്ല. ഡെയ്സി പുറപ്പെട്ടതും കാണിക്കുന്നുണ്ട്, ഇവിടെ എങ്ങും വന്നിട്ടുമില്ല. അതൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്